സഭയുടെ ഉൽപ്രാപണം. പറയാം നാടൻ ഭാഷയെ അല്പചിന്തയോടെ. നമ്മുടെ പെരുങ്കടമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഈരാറ്റിൻപുറത്തൊരു സഹോദരി, ആ പേരുള്ളവർ തെറ്റിദ്ധരിക്കേണ്ട, ശോഭൻ എന്ന് പറയുന്നൊരു സഹോദരിക്ക് ഈ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 40 കോഴി കുഞ്ഞുങ്ങളെ കൊടുത്തു. 40 കുഞ്ഞുങ്ങളെ 2 കൂടിനകത്ത്, ഒരു കൂടിൽ 20, മറ്റേ കൂടിൽ 20. ഇന്നത്തെ ഗ്രില്ലടിച്ച കൂടുകളിൽ. ആ സമയത്ത് ഈ ഇടയ്ക്ക് ട്രോളിംഗ് ഉണ്ടല്ലോ, ട്രോളിംഗ് കഴിഞ്ഞപ്പോൾ പൂവാറിൽ നിന്നൊരു ചെറുപ്പക്കാരൻ രാവിലെ മാരായമുട്ടം വഴി കയറി വന്നു. പുറത്ത് വന്നിട്ട് സഹോദരി സ്ഥിരം മീൻ കൊടുക്കുന്ന പയ്യൻ പറഞ്ഞു, ചേച്ചി ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞു, നല്ല മീൻ വന്നിട്ടുണ്ട്, നല്ല നെത്തോലിയാണെന്ന് വന്നിരിക്കുന്നത്, കാൽസ്യ ചേച്ചിയുടെ മുട്ടുവേദനയും നടുവേദനയൊക്കെ മാറുമെന്ന്, 200 രൂപയ്ക്ക് മേടിച്ചോ, നല്ല നെത്തോലിയാണ്. ചേച്ചിക്കും വളരെ സന്തോഷമായി. കുറേ നാളായി നല്ല മീൻ കൂട്ടിയിട്ട് 200 രൂപയുടെ നല്ല നെത്തോലി വാങ്ങിച്ചു. രാവിലെ 8 മണി ആ തിരക്കിൽ കടല ഒരടുപ്പിൽ വേവുന്നു, മറ്റേ അടുപ്പിൽ ചപ്പാത്തി. ആ സമയത്ത് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ചിട്ട് ചേച്ചി മകളോട് പറഞ്ഞു, 10 മണിക്ക് കാപ്പി കുടിച്ചിട്ട് നമുക്ക് ഈ നെത്തോലി വെട്ടി ശരിയാക്കി ഫ്രിഡ്ജിലാക്കാം. മകൾ ജ്യോതിയും പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യാം. 10 മണിക്ക് നല്ല ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചതിന് ശേഷം ചേച്ചിയും മകളും കൂടി മീൻ നന്നാക്കാൻ 2 ചട്ടിയുമായി പുറത്തു വന്നു. പുറത്തൊരു നല്ല മുരിങ്ങ. ആ മീനിൻ്റെ വരവ് നന്നാക്കുന്ന ലക്ഷണം കണ്ടപ്പോൾ ആ ക്ഷണിക്കാത്തൊരു പുള്ളിക്കാരൻ മുരിങ്ങയ്ക്കകത്ത് കയറി. അവൻ്റെ പേരാ പരുന്ത്. ക്ഷമയോടെ അവൻ കാത്തിരുന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞു മീനിൻ്റെ തലയെല്ലാം ഒരു സൈഡിലാക്കി. ചേച്ചി മോളോട് പറഞ്ഞു, നമുക്ക് ഫ്രിഡ്ജിൽ മീൻ കൊണ്ടുവെക്കാം. ചേച്ചി മീൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോയി. നമ്മുടെ മകൾ മൊബൈൽ കുത്താനും പോയി. പരുന്ത് അവസരം തക്കത്തിൽ പോയി. ഒറ്റ വരവ്. 3 കുഞ്ഞുങ്ങളെ ഒരു കാലേ പിടിച്ചു, 3 കുഞ്ഞുങ്ങളെ മറ്റേ കാലേ പിടിച്ചു. ഈരാറ്റിൻപുറത്ത് കോഴിക്കൊച്ചുങ്ങളുടെ ഒരു നിലവിളി അവിടെ പുറപ്പെട്ടു. കിയോ 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 സ്വോത്രം. ചേച്ചി പുറത്ത് ആടിയിട്ട് ഒറ്റ നിലവിളി, എൻ്റെ 6 കോഴിക്കൊച്ചുങ്ങളെ കൊണ്ടുപോയേ സ്വോത്രം. അതുപോലെ കൃപായുഗത്തിൽ ഒരു സംഭവം നടക്കും. രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന് ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ ദൈവ കുഞ്ഞുങ്ങൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതിൻ്റെ പേര് ഉൽപ്രാപണം. ഏതാ ഉൽപ്രാപണം? പെന്തിക്കോസിൻ്റെ അല്ല, മർത്തോമയുടെ അല്ല, CSIയുടെ അല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനാസ്പദമായി ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു വചനത്തിലേക്ക് വേഗത്തിൽ. ഇന്ന് രാത്രി അമേരിക്കയിൽ, ഇവിടെ ലൈവ് കാണുന്നവർക്കറിയാം, ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ള ആളല്ല. അമേരിക്കയിൽ നിന്ന് പല ചെറുപ്പക്കാരും എന്നോട് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ കാറിൻ്റെ പുറകെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, ഐ ആം എ ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കാർ ഓടിക്കുന്ന ഡ്രൈവർ രക്ഷിക്കപ്പെട്ടവന്. ഏതെങ്കിലും സമയത്ത് കാഹളം കേട്ടാൽ അവൻ പോകും, കയറുന്നവൻ സൂക്ഷിച്ചില്ലെങ്കിൽ നിൻ്റെ കാര്യം കട്ടപ്പോക. സ്വോത്രം. അതിനുവേണ്ടി ഈ ജീസസ് ബിലീവർ എന്ന് ഒട്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്ട് ഇതുവഴിയാണ് ഈ നാഗർകോവിൽ ഇന്നത്തെ പാസഞ്ചർ പോകുന്നത്. പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരനെ ലോക്കമായിട്ട് നാഗർകോവിൽ തിരുവനന്തപുരം പാസഞ്ചർ ഓടിച്ച് അന്ത കാലം മുടിഞ്ചാച്ച്. ഇന്ന് പാസഞ്ചറിൻ്റെ ഫ്രണ്ടിൽ നോക്കി നെയ്യാറ്റിൻകര നോക്കിയാൽ 2 ചെറുപ്പക്കാരിരിക്കുന്നു. കാര്യമെന്ത്? ഈ ട്രെയിൻ ഇങ്ങനെ പാറശാല കഴിഞ്ഞ് സുന്ദരമായിട്ട് പോകാം, അല്ലെങ്കിൽ നെയ്യാറിൻ്റെ മേളിൽ കൂടെ പോകാം, അല്ലെങ്കിൽ ഇഴണിയലിൽ പുഴയുടെ മേളിൽ കൂടെ പോകുമ്പോൾ കാഹളം കേട്ടാൽ രക്ഷിക്കപ്പെട്ട ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവപൈതല പൈലറ്റെങ്കിൽ അവനെടുക്കും. ഈ 6-7 കമ്പാർട്ട്മെൻറ്റ് ഒരു 10-700 കാണും. അത് പെരുവെള്ളത്തിൽ പോകും. സ്വോത്രം. ചാടി പിടിക്കാൻ വേണ്ടിയ ട്രെയിനിൻ്റെ മുമ്പിൽ 2 ലോക്കോ പൈലറ്റിന് വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇന്ന് രാത്രി നിങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അനന്തപുരിയുടെ മേളിൽ കയറി നോക്കണം. പ്ലെയിൻ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ആ കണ്ണാടിക്കകത്ത് മരത്തിനകത്ത് 2 കിളി ഇരിക്കുന്നത് പോലെ 2 പൈലറ്റുമാരെന്ന് വർത്താനം പറയുന്ന കാണാം. മിണ്ടുന്നില്ല. സ്വോത്രം. ഒരു പൈലറ്റല്ല, 2. ഒരു വിമാനം നേരെ ഇവിടുന്ന് ബോംബെക്ക് പോവുക. കൊച്ചി കടലിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ ഒറ്റ പൈലറ്റേ ഉള്ളു. കാഹളം കേൾക്കുന്ന നിങ്ങൾ ഡോറ് തുറന്ന് അവൻ അങ്ങ് പോകും. വിമാനത്തിൻ്റെ കാര്യം കട്ടപ്പോക. അതിനകത്തിരിക്കുന്നവർ പറവോൻ ഉപ്പുവെള്ളം കുടിച്ചോല കടലിൽ വീഴും. സ്വോത്രം. ഇത് ലോകത്തിനറിയാം. അതുകൊണ്ട് ഒരുത്തൻ ഡോറ് തുറന്നാൽ അടുത്തവൻ കയറി പിടിക്കാൻ. ഇന്ന് രാത്രി പെന്തിക്കോസുകാരെ അമേരിക്കയിൽ സ്റ്റിക്കർ. നെയ്യാറ്റിൻകരയിൽ ട്രെയിന് 2 ലോക്കോ പൈലറ്റ്, പ്ലെയിനകത്ത് 2 പൈലറ്റ്. കൊയ്ത്തും കഴിഞ്ഞു, വലശേഖരവും കഴിഞ്ഞു. ബാക്കി നമ്മൾ മിണ്ടുന്നില്ല. ഞാനോ മിണ്ടുന്നില്ല. സ്വോത്രം. ഇവിടെ ട്രെയിൻ റെഡിയായി, പ്ലെയിൻ റെഡിയായി, കാറിൽ സ്റ്റിക്കർ ശരിയായി. പെന്തിക്കോസുകാർ ഇതുവരെ ശരിയായിട്ടില്ല. ശരിയായേ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. ദൈവസഭ എടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ദൈവസഭ എടുക്കപ്പെട്ടാൽ 5 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. അതിനാസ്പദമായി കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. ഗുരു, അതെപ്പോൾ സംഭവിക്കും? ബൈബിൾ കൂടെ തുറക്കണം. മത്തായി 24:3-4-5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവ് ലോകത്തിൻ്റെ അവസാനം. അടയാളം എന്തെന്ന്
പറഞ്ഞു തരണം. യേശു പറഞ്ഞു മത്തായി 24, 32, 33, 34, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. സഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിച്ചു തുടങ്ങുന്നു. ഇനി ശ്രദ്ധയോടെ ബൈബിളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരേണ്ടതിൻ്റെ പൂർണ്ണമായ 4 ലക്ഷണങ്ങൾ. 1 യഹൂദൻ്റെ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, 4 ഏകലോക മതത്തിൻ്റെ ലക്ഷണം. മതത്തെ പറ്റിയൊക്കെ ഇന്ന് രാത്രി വരച്ച് കാണിക്കാം, വായിക്കാം. ദൈവസഭ എടുക്കപ്പെട്ടാൽ 5 കാര്യം പറയുമ്പോൾ ഈ രാത്രിയിലേക്ക് വെളിപ്പാട് പുസ്തകം 6, 12, 13 ബൈബിൾ ഉള്ളവർക്ക് തുറക്കാം, കുഞ്ഞു വായിച്ച് സഹായിക്കാം. വെളിപ്പാട് 6, 12, 13 വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വായിച്ചിട്ട് മക്കളെ, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഇന്ന് രാത്രി ചിന്തിക്കാം, ഭൂകമ്പം ഉണ്ടായി. അടുത്തത്, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ. ഈരാറ്റുംപുറത്തെ പൊന്നമ്മ ചേച്ചി നാട്ടുമാങ്ങ കുലുക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ. അടുത്ത വാക്കൂടെ, പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ. വായിച്ചിട്ട് മോളെ, പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പ്രപഞ്ചത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, 3 മാറ്റങ്ങൾ ഇപ്പോൾ തൊട്ടുവെക്കും. 1 സൂര്യൻ മനുഷ്യനെ കൊല്ലും, മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കും. 3 വൻഭൂകമ്പം. ബാക്കി 2 കാര്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് രാത്രി ഇനി നിങ്ങൾ ബൈബിളിലേക്ക് ശ്രദ്ധിക്കണം. അല്പം സയൻസും ബൈബിളും നാട്ടുകാർക്കെല്ലാം കേൾക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിന് മീതെ പരിവർത്തിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. അതിൻ്റെ പേര് 1-ാമത്തെ ഉൽപ്പത്തി പുസ്തകം, പ്രപഞ്ചം, യൂണിവേഴ്സ്. കേട്ടോണേ, ഇതിന് കാസ്മോസ് എന്ന പേര്. അങ്ങനെയെങ്കിൽ ഈ പകൽ വാഴുവാൻ ഉൽപ്പത്തി 1:19, 16, 17, 18, 1:16, 17, 18 പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ഇന്ന് രാത്രി പ്രപഞ്ചത്തിലേക്ക് കിടക്കാം. 1 സൂര്യനെ പറ്റി പഠിക്കാം. ഭൂമിയും സൂര്യനും തമ്മിൽ 15 കോടി കിലോമീറ്റർ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 15 കോടി കിലോമീറ്റർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. സൂര്യൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇന്ന് രാത്രി സൂര്യനകത്ത് ആരാ കത്തുന്നത്? സൂര്യനകത്ത് 3 ഘടകങ്ങളുണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം ശ്രദ്ധിക്കാം. അതിൻ്റെ പേരാ പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. നാട്ടിൽ ഇവിടുത്തെ ഒരു സഹോദരി തേങ്ങ എടുത്താൽ 3 കാര്യം കിട്ടും. 1 തൊണ്ട് കിട്ടും, 2 ചിരട്ട കിട്ടും, തേങ്ങാപ്പോൾ. അതുപോലെ സൂര്യനകത്ത് 3 കാര്യങ്ങളുണ്ട്: പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഈ കൊറോണയിൽ ഒരു വാതക തത്വം ഹൈഡ്രജൻ. ഇവിടെ സൗണ്ട് സിസ്റ്റം ഒരുക്കുന്ന കുഞ്ഞുങ്ങൾ വിദൂരതയിൽ ഒരു പവർ ബോക്സ് അല്ലെങ്കിൽ അവരുടെ ജനറേറ്റർ ഓടിയതിനു ശേഷം ഇത് കറങ്ങുന്നത് പോലെ ഇന്ന് രാത്രി സൂര്യനകത്ത് കത്തുന്ന വാതകത്തിൻ്റെ പേരാ ഹൈഡ്രജൻ. മണിക്കൂറിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നു. ഇനിയുള്ള ഭാഗങ്ങൾ, ഈ ഹൈഡ്രജൻ കത്തുമ്പോൾ 7 തട്ടുകളിൽ കൂടിയ അത് ഭൂമിയിലേക്ക് പതിക്കുന്നത്. 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ. അതുകൊണ്ട് പഴയ ഭക്തന്മാർ പാടും ആകാശത്തിന് ശക്തി ഇളകുന്നതിനാൽ. നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞിന് കൊട കൊടുക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന കൊടയാ ഓസോൺ ലെയർ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ 1,76,00,000 കിലോമീറ്റർ ഓസോൺ ലെയർ കീറിക്കഴിഞ്ഞു. അർത്ഥം, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. ക്യാൻസറിനേക്കാളും വലിയ റേഡിയേഷൻ. എവിടെ? ഇന്നലെ രാത്രി ഈരാറ്റുംപുറത്ത് മഴ പെയ്തതാണ്. പക്ഷേ ഇന്നിരിക്കണമെങ്കിൽ പാട്ടുപുസ്തകം വീശിക്കൊണ്ടേയിരിക്കാൻ പറ്റും. സ്വോത്രം. അങ്ങനെയെങ്കിൽ കാര്യം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 1,76,00,000 കിലോമീറ്റർ കീറിക്കഴിഞ്ഞു. കേരളത്തിൽ താപനില 34 പാലക്കാട്, 35 പാറശാല, 38 വരെ പുനലൂർ അടിച്ചു കഴിഞ്ഞു. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17. ഗൾഫ് രാജ്യം സൗദി അറേബ്യ 48, ദുബായ് 46, അത് കഴിഞ്ഞതിന് ശേഷം 50 കുവൈറ്റ് അടിക്കുന്നു. കേരളത്തിലെ ധനമന്ത്രി, കേരളത്തിലെ ആരോഗ്യമന്ത്രി സഹോദരി വീണ ജോർജ്, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ചൂട് സമയത്ത് 12 മുതൽ 3 വരെ യാത്രയെ ഒഴിവാക്കുക, സോളാർ റേഡിയേഷൻ. സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പറഞ്ഞു പകൽ സമയത്ത് റോഡിലിറങ്ങുന്നത് സൂക്ഷിക്കുക, സൂര്യതാപം ഏൽക്കുവാൻ സാധ്യത. തീർന്നില്ല, ഇനി അടുത്ത കാര്യം കേട്ടോ. പാലക്കാട് വെൽഡിംഗ് തൊഴിലാളിക്ക് പൊള്ളലേറ്റു. തീർന്നില്ല. പാറശാലയിൽ ചേട്ടനും ചേച്ചിയും ബൈക്കിൽ പോയപ്പോൾ ശരീരത്തിനകത്ത് പൊള്ളലേറ്റ ചുവന്ന പാടുകൾ. ബൈബിൾ എത്ര ക്ലിയർ. പ്രപഞ്ചം
ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും. ദാ കിടക്കുന്നു. ഇവിടുത്തെ സഹോദരി അഭിലേഷ് ഉണ്ടാക്കുന്നത് പോലെ പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും. അങ്ങനെയെങ്കിൽ അന്ത്യദിനങ്ങളിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇവിടെ നിന്ന് പാറശാലയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ, അല്ലെ നെയ്യാറ്റിൻകര കൊറ്റാമം കഴിയുമ്പോൾ പരശുവയ്ക്കൽ, എൻ്റെ കണ്ണിന് മുൻപിൽ ഞങ്ങളവിടെ പ്രസംഗിക്കുമ്പോൾ കണ്ട സംഭവം, ഒരു ചെറുപ്പക്കാർ പരശുവയ്ക്കൽ കൂനൻവിള തൊട്ടപ്പുറത്തുള്ള നിലത്തിൽ പണിക്ക് വന്ന ഒരു രാജുചേട്ടൻ 52 അദ്ദേഹം വീട്ടിൽ നിന്ന് കാപ്പിയായിട്ട് പണിക്ക് വന്നു. ഉച്ചയ്ക്ക് സാധാരണ ഭവനത്തിൽ മടങ്ങിച്ചല്ല, ഉച്ചയ്ക്ക് 3 മണിയായിട്ട് ചെന്നില്ല. 4 മണിക്ക് വീട്ടുകാർ വന്നപ്പോൾ നെടുനടാ രാജുചേട്ടൻ വയലിൽ കിടക്കുന്നു, ചുവന്ന പാട്. പാറശാല ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആള് പോയി കഴിഞ്ഞ് സൂര്യതാപം ലാങ്സിനേറ്റു, ഹൃദയാഘാതമുണ്ടായി, ഹൃദയത്തിൻ്റെ പ്രവർത്തനവും പോയി, ആള് മരിച്ചു കഴിഞ്ഞു. പാറശാല സൂര്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലം. ഇന്ന് രാത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വീണ ജോർജും പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്ന് രാത്രി അമിത്ഷാ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്രയിൽ ഒരു റാലി നടത്തി. തെരഞ്ഞെടുപ്പ് നാല് അവിടെ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു 12 പേർ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തീവ്രവാദിയല്ല, സൂര്യൻ്റെ താപമേറ്റ് മഹാരാഷ്ട്രയിൽ അമിത്ഷായുടെ റാലി. ഈ അമിത്ഷായുടെ റാലി വരുന്നതിന് മുമ്പ്, പാലക്കാടും പുനലൂരും പൊള്ളലേൽക്കുന്നതിന് മുമ്പ്, സഖാവ് പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ്, വീണ ജോർജ് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി അന്ത്യദിനത്തിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ അന്ത്യദിനത്തിൽ മനുഷ്യനെ കൊല്ലും. വായിക്കാൻ മോളെ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ബൈബിളുള്ളവരെല്ലാം എടുത്തിട്ട് ഇതാ ബൈബിളും സയൻസും. വെളിപ്പാട് 16-ന്റെ 8-ാമത്തെ വാക്യം. 4-ാമത്തവൻ തന്റെ കലശം. വായിച്ചു തുടങ്ങിക്കോ. 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. ഇന്ന് സൂര്യൻ പ്രഭാതത്തിൽ പ്രപഞ്ചത്തിന്റെ പൊൻകിരണം തരുന്നെങ്കിൽ അന്ന് സൂര്യൻ മനുഷ്യനെ കൊല്ലും. അടുത്ത വാക്കുകൂടെ നാട്ടുകാർ ഈ രാജ്യപ്പുറം ഒന്ന് കേട്ടാട്ടെ. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. എൻ്റെ അമ്മാമ്മ 17 ഡിഗ്രി ചൂടാ ദൈവം വെച്ചത്. പക്ഷേ ഇന്ന് രാത്രി പാനും AC-യും 2 വട്ടം കുളിച്ചാലും കിടക്കാൻ വയ്യ. സ്വോത്രം. അത്യുഷ്ണത്താൽ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ, ശ്രീ വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, സഖാവ് പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ്, അമിത്ഷായുടെ റാലിയിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ്, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി അന്ത്യദിനത്തിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. കരമുയർത്തിയാട്ടെ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത കാര്യം വല്ലതുമുണ്ടോ? സ്വോത്രം. ഉലകത്തിലെ സംഭവങ്ങൾ മുഴുവൻ എഴുതിയ ഒരു പുസ്തകം ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നു. 2-ാമത്തെ കാര്യം, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ രാറ്റിൻപുറത്ത് 6-ന്റെ 2 കരയാ, മറുകര 6ആണല്ലോ. ഇന്ന് രാത്രി ആറ്റിലെ വെള്ളം കുടിച്ചു മനുഷ്യൻ മരിക്കുമോ? ബൈബിളിനകത്തുണ്ടോ അന്ത്യദിനങ്ങളിൽ എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് 8-10-11. 3-ാമത്തെ ദൂതൻ. വായിച്ചു തുടങ്ങി. 3-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴും. നദികളിൽ 3-1 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. അവിടം കൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ്. തീർന്നില്ല. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപ്പാറ. വെല്ലൂരിൽ ആളെ കൊന്നത് ആകാശപ്പാറ. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ. കൺവെൻഷൻ നടക്കുന്ന നല്ല സ്ഥലം പെരുങ്കടവിള കഴിഞ്ഞ് ആലത്തൂർ കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്ന സ്ഥലം. അവിടെ പാറക്കോറിയുള്ള സ്ഥലമാണ്. ചില പാറകൾ പൊട്ടിച്ചാൽ എല്ലാ യൂണിറ്റിനകത്തല്ല പുറത്തോട്ട് പാറ വീഴും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്ത് നിന്ന് ഉൽക്ക വീഴും. ഇതാ കിടക്കുന്നു റഷ്യക്ക് മീതെ പൊട്ടിച്ചു തെറിയ ഉൽക്ക. 2013 10 കൊല്ലങ്ങൾക്ക് പിറകിൽ ഫെബ്രുവരിയിൽ റഷ്യയിലെ ഒരു പട്ടണത്തിൽ ഒരു ഉൽക്ക വീണ് 1000 പേരാ തീ പറ്റിയത്. മരിച്ചത് അവർ വിവരം കൊടുത്തില്ല. ഒരു ഉൽക്ക ഹിരോഷിമ ബോംബിൻ്റെ 30 ഇരട്ടി ശക്തി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ബോംബ് 2 ദിവസമായി 1.5 ലക്ഷം പേരെ മരിച്ചോളൂ. പക്ഷെ ഒരു ഉൽക്ക വീണാൽ 45 ലക്ഷം പേർ മരിക്കുവാൻ സാധ്യത. തീർന്നില്ല.
അന്ത്യകാലം ഇതെല്ലാം ഇവിടെ സംഭവിക്കും. 2009 ഇത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതും കേൾക്കാം. 2009 അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിച്ചില്ല. എന്താ കാര്യം? 2009 ആകാശത്തിൽ 106 ആകാശപ്പാറ അസ്ട്രോയിഡ് ഡൽഹിയുടെ മേളിൽ കൂടെ യാത്രയായി കത്തി കത്തി ഇങ്ങനെ പോവുക, ആകാശത്തിൽ കൂടെ ചലിച്ചു പോവുക, താഴെ വീടാതെ ഇങ്ങനെ കത്തുക. അത് ജപ്പാൻ്റെ മേളിൽ ചെന്നപ്പോൾ അത് അമേരിക്ക ന്യൂയോർക്കിലിട്ട് പോകുന്നതായിട്ട് കാണും. അമേരിക്ക ആ വർഷം ക്രിസ്മസ് ആഘോഷിച്ചില്ല, ആ പാറയെ പിന്നെ കണ്ടിട്ടില്ല. 2009 നോ സെലിബ്രേഷൻ അറ്റ് ക്രിസ്മസ് ഇൻ ന്യൂയോർക്ക് ബിക്കോസ് 106 asteroids burning at the air in India, then transferred it to Japan. The route is going New York. പക്ഷേ ഇടയിൽ ഇത് കണ്ടില്ല. ഇതെല്ലാം കത്താറായി. സ്വോത്രം. ഇടയ്ക്ക് പാലക്കാട് തീകോളം കാണും, അങ്കമാലി തീകോളം കാണും, ഇസ്രയേൽ തീകോളം കാണുമ്പോൾ ഞങ്ങളുടെ ഉപദേശിമാരെ പറയും യേശു വരാറായിരുന്നു. സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കണം. ആകാശത്ത് തീകോളം, കത്തുന്ന തീകോളം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതാണ്ട് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് പോലെ അവരന്ന് ടെലിവിഷനിൽ കൊടുത്തു, ലോക്കൽ ടെലിവിഷൻ ഇല്ല. ആ പ്രസംഗം കേട്ട് രാത്രി ഞാൻ തൊടുപുഴയിൽ നിന്ന് പാലാ വരുന്ന വണ്ടിയിൽ കുഞ്ഞുങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് കാറിനകത്തുകൊണ്ട് പാലായി കയറ്റി 2 ദിവസം രാത്രി കൊട്ടാരക്കരയ്ക്ക് വരണം. ഏറ്റുമാനൂർ എത്തിയപ്പോൾ ഒരു സാർ എന്നെ വിളിക്കുന്നു, നല്ല മനുഷ്യൻ, 11:40 കാണും ഏറ്റുമാനൂർ. അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ്റെ വിദ്യാഭ്യാസം എന്ത്? ആകെ പ്രസംഗിച്ച് കുഴഞ്ഞ് വലഞ്ഞ് ഉടുപ്പ് മുണ്ടും വിയർത്തിരിക്കുന്ന എന്നോട് വിദ്യാഭ്യാസം എന്താ അത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സാറേ നിങ്ങൾക്ക് എന്തോ കാര്യമൊന്നുണ്ടേ പറ. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ 2 ദിവസമായിട്ട് പ്രസംഗം കേൾക്കുന്നു, എനിക്ക് പിടികിട്ടി നല്ല വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കോളേജിലെ ഉന്നത പ്രൊഫസറാണ് പുള്ളിയുടെ സംശയം ഇതാ, പാറയെ പറ്റി ഞാനും പഠിച്ചതാണ്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിരത്തിൽ 2 ബൈക്ക് കൂട്ടിമുട്ടുന്നു, അതിനുശേഷം പ്ലെയിനുകൾ ആകാശത്ത് കൂട്ടിയിടി ഒഴിവാകുന്നു, 2 ട്രെയിനുകൾ നിരത്തിനകത്ത് പ്ലാറ്റ്ഫോമിൽ ഒരേ സമയം വരുന്നു. ഈ ആകാശപ്പാറ എന്താ കൂട്ടിമുട്ടാത്തത്? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ, ഇത് കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഒരു പാറ മടങ്ങി ഇവിടെ വന്നേ മതിയാകൂ. ഏതാ പാറ? ക്രിസ്തുവാകുന്ന പാറമേൽ പണിഞ്ഞ ദൈവസഭയെ ചേർക്കുവാൻ ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അടിക്കുന്നതൊക്കെ ഞാൻ സ്വർഗരാജ്യത്തിൽ അടിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തന്നെങ്കിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഈ പാറ ഇവിടെ വീഴുന്നതിന് മുമ്പ് യഹൂദൻ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് മധ്യാകാശത്തിൽ വെളിപ്പെടും. തീർന്നില്ല. ഇന്ന് രാത്രി നദികളിലും നീരുറവകളിലും അത് വീണു. ആ നക്ഷത്രത്തിന് വായിച്ചിടുമ്പോളേ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 2 ഭാഗം ജനം മരിക്കും. വെള്ളം കയ്പായതിനാൽ വായിച്ചാട്ടെ, വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇനി കോവിഡ് അല്ല വലുത്, ലോകം കാണാൻ പോകുന്നു. മനുഷ്യരിൽ പലരും മരിച്ചുപോയി. പറയാം, ഇന്ന് രാത്രി നെയ്യാറിലൊന്ന് വീഴട്ടെ, കരമനയാറിലൊന്ന് വീഴട്ടെ. എവിടാ? ഈ ഈരാറ്റിൻപുറത്തിരിക്കുന്നത്, മണ്ഡപത്തിൻ കടവിരിക്കുന്നത് എല്ലാം വെള്ളം കുടിക്കും. അരുവിക്കരയൊന്ന് വീഴട്ടെ. വരാൻ പോകുന്നു, വെള്ളം രക്തമായി മാറും. ഒരു സയൻസൂടെ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. ഉൽക്കയ്ക്കകത്തൊരു ഫ്ലൂറൈഡ് ഉണ്ട്. അത് ഏറിയാൽ മനുഷ്യകുലത്തിനല്ല സസ്യകുലത്തിനും മാറ്റം വരും. ഈരാറ്റിൻപുറത്ത് അനവധി തെങ്ങുണ്ട്. ചില തെങ്ങിൻ തോട്ടത്തിനകത്ത് ഒരു തെങ്ങ് മാത്രം കരിഞ്ഞുണങ്ങി നിൽക്കും, വിവരമറിയത്തില്ല. തീർന്നില്ല. വലിയൊരു റബ്ബറും തോട്ടം, 100 മരം കാണും. അതിൻ്റെ നടുവിൽ മാത്രം ഒരു റബ്ബർ ഇല പൊഴിച്ച് കരിഞ്ഞതുപോലെ നിൽക്കും. പലരും വിചാരിക്കും ഇതിനെന്ത് സംഭവിച്ചതൊന്നേ ഉള്ളൂ. ആകാശത്തിൽ നിന്ന് ഉൽക്കേന്ന് വരുന്ന ഫ്ലൂറൈഡ് നേരെ കുതിച്ചതിനകത്ത് ഇറങ്ങും. ഗ്രാവിറ്റി അതിൻ്റെ ചെവിട് വരെ ഇറങ്ങിച്ചെല്ലും. അതുകൊണ്ടാണ് ഈ റബ്ബറും തോട്ടത്തിനകത്ത് പ്ലാവും തെങ്ങും ഒറ്റയ്ക്ക് ഉണങ്ങി നിൽക്കുന്നത്. ചില അമ്മച്ചിമാർ ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ പറയാറുണ്ട്, അയ്യോ ആ 2 മന്ത്രവാദം ചെയ്താലൊന്നും തെങ്ങുണങ്ങത്തില്ല അമ്മച്ചി, വീണതിവിടെ. ഇനി തിരുവനന്തപുരം ജില്ല, പൂവാർ, കൊല്ലങ്കോട്, പഴവഞ്ചാൽ, പുല്ലുവിള, വിഴിഞ്ഞം, ശംഖുമുഖം, അത് കഴിഞ്ഞിട്ട് പിന്നെ 5 തെങ്ങ് വരെ ഈ വഴികളിലെല്ലാം നിന്ന് ആ യോഗം പ്രസംഗിച്ച കടലിൻ്റെ സൈഡിൽ. അതുകൊണ്ട് എനിക്കറിയാം, പത്രത്തിലൊരു വാർത്ത, വിഴിഞ്ഞത്ത് മീൻ കൂട്ടത്തോടെ ചത്ത് കടൽക്കരയിൽ അടിഞ്ഞു കിടക്കുന്നു. സ്വോത്രം. ബക്കറ്റുമായിട്ട് മീൻ മേടിക്കാൻ പോയി പാസ്റ്റർമാരും കണ്ടു മീൻ ചത്ത് കിടക്കുന്ന. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മലയാള മനോരമ ഏതൊരു പത്രക്കാരൻ എഴുതി, സ്രാവിൻ്റെ വായിലെ കറ കൊച്ചുമീനിൻ്റെ ശരീരത്തിറങ്ങിയ അവ ചത്തുപോയെന്ന്.
അവൻ അവാർഡ് കൊടുക്കണം. അപ്പോൾ പൂവാറിൽ സ്രാവ് ഇപ്പോഴാണ് വന്ന, നേരത്തെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. സ്വോത്രം. അതല്ല സംഭവം. ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. അസ്ട്രോയിഡിനകത്ത് ഫ്ലൂറൈഡ്, സമുദ്രത്തിൻ്റെ വെള്ളത്തിനകത്ത് സോഡിയം ക്ലോറൈഡ്. ഇതൊരു മിക്സിംഗ് കോമ്പിനേഷൻ ആവും. മത്സ്യത്തിൻ്റെ ചെകിളയാ ശ്വാസകോശം. ഉൾക്കടലിൽ കിടക്കുന്ന മത്സ്യത്തിൻ്റെ ചെകിളയ്ക്കകത്ത് ഈ ലായനി അടിക്കുമ്പോൾ അവൻ അവിടെ കിടക്കാൻ പറ്റത്തില്ല. പല്ലി വാല് മുറിച്ചിട്ട് ജീവരക്ഷാർത്ഥം ഓടുന്നത് പോലെ ഉൾക്കടലിലെ മീനായി വിഴിഞ്ഞത്തും പൂവാറും കടലിൻ്റെ മേളിൽ മണലിനകത്ത് പിടച്ചടിച്ച് മരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷ യോഗം ഇവിടെ വെച്ചിരിക്കുന്നത്. രക്ഷയുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഈ വെള്ളം കുടിച്ച് മരിക്കാതെ നിത്യതയുടെ അവകാശികളായി തീരുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളിൽ ഉത്ബോധിപ്പിക്കുന്നു. തീർന്നില്ല. സ്വോത്രം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-8 വാക്യം. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് ദാ കിടക്കുന്ന പെരുങ്കടവിളെന്ന് വലിയ പാറ തെറിച്ചത് കീഴാറൂർ വീഴുന്നത് പോലെ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? തീ കത്തുന്നത് പോലെ ആകാശത്ത് നിന്ന് വൻമല ഇറങ്ങി വരും. എവിടെ വരും? വായിച്ചിട്ട് മോളെ. കടലിൽ 1/3 രക്തമായി തീർന്നു. മതി. ഇനി ആകാശത്തുനിന്ന് പാറ വീഴാളെ വരാൻ പോകുന്ന വെള്ളം മുഴുവൻ രക്തവെള്ളം. ദാണ്ടേ നക്ഷത്ര സ്ഫോടനം വരുന്നു ലോകത്തിൽ. സ്റ്റാർ വാർസ് നക്ഷത്രം കൂട്ടിയിടിച്ചാലും ഇതേ സംഭവം സംഭവിക്കും. കടലിലെ വെള്ളം രക്തമാകും, കിണറ്റിലെ വെള്ളം രക്തമാകും, ചെറയിലെ വെള്ളം രക്തമാകും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വാട്ടർ ഇൻഫെക്ഷൻ ഇവിടെ വരാൻ പോകുന്നു. ഇന്ന് രാത്രി മാനസാന്തരപ്പെടേണ്ടവൻ മാനസാന്തരപ്പെട്ട് സ്വോത്രം. ഇന്ന് രാത്രി നെയ്യാറിനകത്ത് ഒരു ഉൽക്ക വീണാൽ മണ്ഡപത്തിൻ കടവ് കള്ളിക്കാട് വഴി നേരെ ഈറ്റാറ്റുംപുറം വഴി രാലുമൂട് വരെയുള്ള സകല എണ്ണവും കുടിക്കുക. തിരുവനന്തപുരത്ത് അരുവിക്കര ഒന്ന് വീണാൽ സിറ്റിക്കകത്ത് മൊത്ത പൈപ്പ് ലൈനകത്തും വരാൻ പോകുന്നത് ഈ പാറയിൽ നിന്നിറങ്ങിയ രക്തവെള്ളം. തീർന്നില്ല. നിങ്ങളുടെ കിണറ്റിനകത്ത് ഒരു തുണ്ട് വീണാൽ വരാൻ പോകുന്നത് രക്തവെള്ളം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം സുനാമി ഒന്നുമല്ല. ഏറ്റവും വലിയ ദുരന്തം ലോകം കാണാൻ പോകുന്നു ജല ദുരന്തം. മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കും. അതുകൊണ്ട് പാറശാല ശീല കല്യാണ മണ്ഡപം, അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിങ്കര ടൗൺ ഹാള്, തൊടിക്കൽ CSIയുടെ ഹാള്, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ജലം അമൂല്യമാണ്, ഇത് പാഴാക്കരുത്. അന്ത്യദിനം വെള്ളത്തിന് വേണ്ടി. സ്കൂളിനകത്ത് ടീച്ചർമാർ കുഞ്ഞുങ്ങൾ ലൈനായിട്ട് കൈ കഴുകുമ്പോൾ ടീച്ചർ പുറകെ വടിയായിട്ട് നിൽക്കും കുഞ്ഞുങ്ങളോട് ടാപ്പട ടാപ്പട ടാപ്പട. ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം. 5 വർഷം കഴിഞ്ഞാൽ, 5 വർഷം വേണ്ടി വരില്ല, ഒരു 3 വർഷം കഴിഞ്ഞാൽ ഇനി ടാപ്പ് തുറക്കണ്ട. എന്താ ടാപ്പ് തുറക്കാതെ? കൈ കാണിക്കുമ്പോൾ ആവശ്യത്തിന് ജലം വരും, ഓട്ടോമാറ്റിക് ടാപ്പടയും. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പല സ്ഥലത്തും അതായിട്ടുണ്ടെങ്കിൽ ഇനി ടാപ്പ് തുറക്കേണ്ടി വരികയില്ല. പബ്ലിക് ഫംഗ്ഷൻ, ഓഡിറ്റോറിയങ്ങൾ, സ്കൂളിനകത്തല്ല, പ്രത്യേക വാഷ് ബേസിനകത്ത് കൈയുടെ ടച്ച് വരുമ്പോൾ ഒരു കൈ കഴുകുന്നതിനുള്ള വെള്ളം മാത്രം കിട്ടും, പൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ ഒരു കാലം ഇവിടെ വരാറായി. സാമ്പിൾ വെടിക്കെട്ട് പല രാജ്യത്തും തുടങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന കാലം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണേ മക്കളെ. വാതിലുകൾ അടയാറായി കേട്ടോണേ. അങ്ങനെയെങ്കിൽ പൂവാറിൽ കടലിൽ രക്തവെള്ളം, നെയ്യാറിൽ നിന്ന് വരുന്നത് രക്തവെള്ളം, എല്ലാ സ്ഥലത്തും രക്തവെള്ളം. രാവിലെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ദിവസം ഒരു അമ്മാമ്മ രാത്രിയിൽ ഈ ഉൽക്കയൊന്ന് വീണാൽ അച്ചായന് കാപ്പിയിടാൻ കോരിയെടുക്കുന്നത് രാവിലെ കിണറ്റിൽ നിന്ന് കിട്ടുന്ന രക്തവെള്ളം. 9:30 കുഞ്ഞുങ്ങളിരിക്കുന്ന സ്കൂളിൽ പോകാൻ സഹോദരി എന്തോ ചെയ്യുമെന്നറിയാമോ? വെള്ളം പമ്പ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് വീത്തിക്കൊടുക്കും. അതും രക്തവെള്ളം. ഈരാറ്റുംപുറത്ത് ആറിനകത്ത് ഇപ്പം തുണി കഴിവാൻ ഇവിടുത്തെ കർത്തൃദാസന്മാർ പോയാൽ നെയ്യാറിൽ വീണ ഉൽക്കയുടെ ബാക്കിപത്രമായി രക്തവെള്ളം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഈരാറ്റിൻപുറമേ കാപ്പിയിടുന്നത് രക്തവെള്ളം. അത് കഴിഞ്ഞാൽ തുണി കഴുകുന്നത് രക്തവെള്ളം. അത് കഴിഞ്ഞാൽ വസ്ത്രം കഴുകുന്നത് രക്തവെള്ളം. കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നത് രക്തവെള്ളം. എന്നാൽ ആ രക്തവെള്ളം ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് സുക്കോറിൻ്റെ പട്ടണത്തിനകത്ത് ശമരിയുടെ കിണറിനകത്ത് പകൽ മുഴുവൻ വെള്ളം കോരാൻ വന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സ്വോത്രം. ആ സമയത്ത് എൻ്റെ നാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ അവിടെ ചെന്നു. നാഥൻ അവിടെ ചെന്നപ്പോൾ ഇവൾ ഒരു കാരണവശാലും അനുസരിക്കത്തില്ല. ഞാൻ ശമരിയ, നീ യഹൂദൻ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. അവസാനം യേശു അവിടെ നെഞ്ചത്തോട്ടൊരു വചനം അയച്ചു കൊടുത്തു. ആ സമയത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഇപ്പോൾ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കുമെന്നാൽ
ഞാൻ തരുന്ന നിത്യജീവന്റെ ജലം കുടിച്ചാൽ കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി നീ ത്യാഗിക്കയില്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഈ രക്തവെള്ളം ഇവിടെ ഒഴുകുന്നതിന് മുമ്പ്, ഈ രക്തവെള്ളം നമ്മുടെ കിണറ്റിൽ വരുന്നതിന് മുമ്പ്, ഈ രക്തവെള്ളം നമ്മുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ഈ രക്തവെള്ളം നമ്മുടെ കുഞ്ഞുങ്ങളെ കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവോ? 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഈ രാജ്യം പുറമേ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും.